പി എം നാരായണൻ, ഇവിടെ ഇതിന് ആത്യന്തികമായ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് ഞാനും താങ്കളടക്കമുള്ള ഇന്ത്യക്കാർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരന്മാർക്കാണ്. അവിടെ അശാന്തി, അസ്വസ്ഥത, അവിടുത്തെ വികസനം മുന്നോട്ട് ഇല്ലാതാവുന്നതൊക്കെ അതിൻ്റെ ആത്യന്തിക ഫലം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിടേണ്ടി വരും. പി എം നാരായണൻ, ഇവിടെ ഞങ്ങൾ മാത്രമാണ് നിങ്ങൾക്കൊപ്പം എന്ന ജെ ഡി വാൻസിന്റെ ഒരു താക്കീതിനോട്, വാണിങ്ങിനോട് നെതന്യാഹു പറയുന്നത്, അല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രാജ്യമുണ്ട്, ഇന്ത്യ എന്നാണ് പേര്, ഫേസ്ബുക്ക് നോക്കിയാൽ മതി എന്നാണ്. ഒന്നാമത് ഇന്ത്യ അത് ചെറിയ രാജ്യമല്ല എന്ന് നെതന്യാഹോട് പറഞ്ഞു കൊടുക്കണം. ആ ഫേസ്ബുക്കിലുള്ള 90% വ്യാജ കള്ള പ്രൊഫൈലുകളാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് ഗാന്ധി എന്നാണെന്നും ആ ഗാന്ധിയെ ലോകം ആദരിക്കുന്ന അഹിംസ എന്ന ഫിലോസഫിയുടെ പേരിലാണെന്നും നിങ്ങൾ നടത്തുന്ന ഹിംസകൾക്കൊപ്പം യാർത്തു വിളിക്കുന്ന അത് ഈ രാജ്യത്തെ 140 കോടിയിൽ 10-100 പേര് മാത്രം മാനിയാക്കുകൾ മാത്രമാണെന്നും പറയേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. പോട്ടെ, പക്ഷെ ആ ഇസ്രായേലിന്റെ താല്പര്യം മാത്രം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകൽ അമേരിക്കയ്ക്കും ട്രംപിനും എത്രത്തോളം അഫോർഡബിൾ ആണ് വീണ്ടും ഈ ഹോർമുസ് അടയുമ്പോൾ? പി എം നാരായണൻ. ശ്രീ ഹാഷ്മി, എനിക്ക് തോറ്റത്തിൻ്റെ ആദ്യ ഭാഗം കേട്ടില്ല, പക്ഷേ ഞാൻ അറിയുന്നതനുസരിച്ച് ഇന്ത്യയുടെ റിയാക്ഷൻ എന്താണ് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ GCC രാജ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. കാരണം അതിൻ്റെ പ്രവാസി എന്നുള്ളൊരു ഘടകം, അതുമാത്രമല്ല ആ അറബ് മേഖലയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന രാജ്യം എന്നുള്ള നിലയ്ക്കും ഈ രണ്ട് ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രദേശം. ഇത് ഇന്ത്യയുടെ റിയാക്ഷൻ എന്ത് ആയിരുന്നു എന്നുള്ളത്, ഈ മേഖലയിലെ മൊത്തം ജിയോ പൊളിറ്റിക്സിൽ വരുന്ന മാറ്റങ്ങളാണ് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. അറബ് മേഖലയുമായിട്ട് ഇന്ത്യ വളരെ കൂടുതൽ അടുക്കുകയും അതേസമയം തന്നെ ഇസ്രായേലുമായും സൗഹൃദത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രത്യേകിച്ചും ഈ യുദ്ധം തുടങ്ങുന്നതിന് 2 നാൾ മുമ്പാണ് മോദി ഇസ്രായേലിൽ വളരെ വ്യക്തമായി ഇന്ത്യയുടെ താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടത്തിയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യക്ക് ആ സമയത്ത് എന്ത് തരത്തിൽ പ്രതികരിക്കണം എന്നറിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ ഖബറടക്ക സമയത്ത് ഇന്ത്യയിൽ നിന്ന് നേതാക്കളെ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബാലൻസിങ് ആക്റ്റാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ചോദ്യം ഒന്നുകൂടെ വ്യക്തമായി. ഞാൻ പറഞ്ഞത്, ഇപ്പം നെതന്യാഹു പറയുകയാണ് ഇന്ത്യയിലെ ആളുകൾ ഇന്ത്യ ഞങ്ങൾക്കൊപ്പം ഉണ്ട്, ഫേസ്ബുക്കിലോട്ട് നോക്കിയാൽ മതി എന്ന് പറയുകയാണ്. ഫേസ്ബുക്കിൽ ഉള്ളത് വ്യാജ പ്രൊഫൈലുകളാണ് പ്രിയപ്പെട്ട നെതന്യാഹു എന്ന് പറഞ്ഞു കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. അത് പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ചോദ്യം അതായിരുന്നു. എൻ്റെ ചോദ്യം ഇസ്രായേൽ താല്പര്യപ്രകാരം ഹോർമുസ് വീണ്ടും അടയുമ്പോൾ അമേരിക്കയ്ക്ക് നമുക്കറിയാമല്ലോ ഇസ്രായേൽ താല്പര്യപ്രകാരം മാത്രമാണ്, അല്ല ട്രംപിൻ്റെ യഥാർത്ഥം. നേരത്തെ ശ്രീ ജേക്കബ് തരം ചോദിക്കുന്ന പോലെ എന്താണ് ട്രംപിന് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മരീചികയാണ്. എന്താണ് അവർ ലക്ഷ്യം വെച്ചാൽ ഇപ്പോഴും മരീചികയാണ്. എന്താണ് അവർ ആവശ്യം ആർക്കും അറിയില്ല, ട്രംപിന് പോലും അറിയില്ല. ആകെ താല്പര്യം ഇസ്രായേൽ താല്പര്യമാണ്. ഇസ്രായേൽ താല്പര്യപ്രകാരം ഇനിയും മുന്നോട്ടേക്ക് പോകൽ, ഹോർമുസ് വീണ്ടും അടയുമ്പോൾ, ലോകം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, രാജ്യത്തിനകത്ത് ട്രംപിനെതിരെ വലിയ വിമർശനം സ്വന്തം പാർട്ടിക്കകത്ത് ഉണ്ടാകുമ്പോൾ, ഐപാക്കിൽ നിന്ന് പണം വാങ്ങാതെ ഞങ്ങൾ ലക്ഷ്യം മത്സരിക്കുകയാണ് എന്ന് അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അമേരിക്ക അത് അഫോർഡബിൾ ആണോ എന്നുള്ളതിൻ്റെ ചോദ്യം പി എം നാരായണൻ. വളരെ കൃത്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആഷി. ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ യുദ്ധത്തിൻ്റെ ഹോർമോസിൻ്റെ സ്വിച്ച് എന്നത് ഇപ്പോൾ ഇറാൻ്റെ കയ്യിലാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സ്വിച്ച് ഓണും ഓഫും ആക്കിക്കൊണ്ട് ഇറാൻ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും വരുന്ന ആളുകൾ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് അമേരിക്ക ഏത് തരത്തിലുള്ള സമ്മർദ്ദം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിനെ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് നവംബറോടുകൂടി യൂറോപ്പിൽ തണുപ്പ് തുടങ്ങും. നമുക്ക് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ സംഗതി അഭിമുഖീകരിച്ചാണ്. യൂറോപ്പിലെ തണുപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ യൂറോപ്പിലെ ഇന്ധനക്ഷാമം എന്നുള്ളത് വലിയ രീതിയിൽ ആ മേഖലയെ ലൊട്ടാകെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ യുദ്ധത്തെ നവംബർ അല്ലെങ്കിൽ വിൻ്ററിനോട് അടുപ്പിച്ചുകൊണ്ട് ഇതിനെ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ കാണാത്ത ഒരു ഫാക്ടറാണത്. പിന്നെ ഈ രീതിയിലുള്ള ഓയിലിൻ്റെ വില എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലോക മാർക്കറ്റിൽ എപ്പോഴാണോ ഓയിലിൻ്റെ വില ഒരു $70 താഴേക്ക് പോകുന്നത് അപ്പോഴെല്ലാം അമേരിക്ക പരിഭ്രാന്തരായിട്ടുണ്ട്. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ ഉൽപ്പാദകരിൽ ഒരാളാണ് അമേരിക്ക. ഇപ്പോൾ വെനിസുല കൂടി അമേരിക്കയുടെ കയ്യിലെത്തിയതിലൂടെ ലോക മാർക്കറ്റിലെ ഓയിൽ വില എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ഓയിൽ ഈ വിലയെ ഒരു പരിധിക്കപ്പുറം ഉയർത്തി നിർത്താൻ വേണ്ടി അമേരിക്ക തന്നെ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചായി നമുക്ക് വേണമെങ്കിൽ ഈ ഹോർമസിനെ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ഹോർമസിൻ്റെ ഇമ്പാക്റ്റ് എന്നത്
നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ ഒരു ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അനലൈസ് ചെയ്ത പോലെ അല്ല ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഞാനിത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇറാനും എത്രത്തോളം ഇത് കറന്നെടുക്കാം, ഈ സാധ്യതയെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് കൃത്യമായി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അറബ് മേഖലയുടെ സംനയനം എന്നത്, അറബ് മേഖല കൃത്യമായി റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇറാൻ്റെ ഒരു അഡ്വാൻറ്റേജായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അറബ് മേഖല ഇതിന് ഇത്രയും വലിയ റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ അമേരിക്ക ഇറാനെ അടിക്കുമ്പോൾ ഇറാൻ പോയി അടിക്കുന്നത് അറബ് മേഖലയിലെ രാജ്യങ്ങളെയാണ്. അപ്പോൾ പക്ഷേ അറബ് മേഖല അത് സംനയനത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവരും തിരിച്ചടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നേരത്തെ ഞാൻ ചേർത്ത് പറയേണ്ടതായിട്ടുള്ള ഈ ഓയിലിൻ്റെ ബാർഗെയിനിങ് പവർ എന്നുള്ളത്, വിലപേശൽ വാല്യൂ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞതാണ് ആ മേഖലയിലെ മൊത്തം ഡീസ്റ്റെബിലൈസേഷൻ്റെ ഒരു പ്രധാന ഘടകമായി നമുക്ക് കാണേണ്ടത്. ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഇത് ഇറാൻ്റെ കയ്യിലോ ഈ ന്യൂക്ലിയർ ആയുധത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇറാൻ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും അവരുടെ ആവശ്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയും, അതായത് അത് ഇപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ നിരീക്ഷണത്തിന് അയക്കാമെന്നുള്ളത് 2016 തന്നെ ഇറാൻ സമ്മതിച്ച കാര്യമാണ്. അപ്പം അതൊരു വിഷയമേ ആയിരുന്നില്ല. ഹോർമോസിൻ്റെ അധികാരം ആരുടെ കയ്യിൽ എന്നുള്ള ഒരു സംഗതിയിലേക്ക് ഇറാൻ വരികയും, അതുമാത്രമല്ല അതിനപ്പുറം ലെബനോണിലെ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇറാൻ്റെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയും അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമേരിക്ക ഒരു തരത്തിലുള്ള വിഷമാവസ്ഥയിലേക്ക് എത്തിപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഗതി ഇതിലും കൂടുതൽ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് ആ മേഖലയൊട്ടാകെ മാറും. കാരണം ഈ വിൻ്റർ എന്നുള്ളത് തണുപ്പ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഊർജ്ജ ഉപയോഗത്തിൻ്റെ കാലമാണ്. യൂറോപ്പ് ആകെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വരുന്നില്ല, ഇത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓയിൽ കൂടെ ഇല്ലാതാവുകയാണെങ്കിൽ ആ മേഖല വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് വീഴും. ഇത് ഇറാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി അവിടെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.